ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈന്തപ്പഴവും നാരങ്ങയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പം ഞാനതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പം നവോമി ക്രിയേറ്റീവ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുണ്ട്, നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കിലോ നാരങ്ങയുടെ അടുത്തുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് അച്ചാറേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം 1 കിലോ നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല പഴുത്ത നാരങ്ങയാണ് കേട്ടോ. അതിൻ്റെ കൂടെ 1/2 കിലോ ഈന്തപ്പഴവും കൂടെ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ നാരങ്ങ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റിയാൽ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വന്നാൽ മതി കേട്ടോ. നാരങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നാൽ മാത്രം മതി. ഒത്തിരി അങ്ങ് പൊട്ടി വെന്ത് പോകണ്ട കേട്ടോ. നാരങ്ങ വാട്ടിയെടുക്കാനായിട്ട് ഞാനിത് ഒരു അപ്പച്ചെമ്പിൻ്റെ തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ അടച്ച് വെച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈന്തപ്പഴവും നാരങ്ങ അച്ചാറിൻ്റെയും കാര്യം മാത്രം ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇത് 1/2 കിലോ ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഈന്തപ്പഴം നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം ഇതിൻ്റെ കുരുവൊക്കെ മാറ്റി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഞാനിതേ കുറച്ചേറെ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചതാണേ. ഈ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് ഞാൻ മാങ്ങ അച്ചാർ ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് മീനച്ചാറും ഇടുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ചതച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഒരു ഇച്ചിരി പിന്നെ അച്ചാർ പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലെണ്ണയ്ക്കകത്താണ് ഞാൻ അച്ചാർ ഇടാറ്. പിന്നെ കായം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ്, അതുപോലെ എരിവുള്ള മുളക് പൊടി, പിന്നെ നമ്മുടെ ഒരുപാട് കാശ്മീരി മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉലുവാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതേപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ അപ്പോൾ ഈ അച്ചാറുകളൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മാങ്ങ അച്ചാർ ഇടാനായിട്ട് ഞാൻ കടുകൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിപ്പം ഞാൻ തയ്യാറാക്കുന്നത് പിന്നെ നാരങ്ങയും ഈന്തപ്പഴവും വെച്ചിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ നാരങ്ങ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ആവി കയറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരണം. അപ്പോൾ ഇനി നമുക്ക് ഈ തിളച്ച വെള്ളത്തിനകത്തോട്ട് ഈ ഈന്തപ്പഴം ഒന്നിട്ടിട്ട് കഴുകി എടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ നാരങ്ങയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ നാരങ്ങ പൊട്ടി വന്നിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ നാരങ്ങ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത്രയും നാരങ്ങയുണ്ട്. അപ്പോൾ ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഓക്കെ. അപ്പോൾ നാരങ്ങയും ഈന്തപ്പഴവും വെച്ച് തയ്യാറാക്കാനായിട്ടുള്ള അച്ചാറിൽ നാരങ്ങ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 6 പീസൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്തത്. ഇത് കണ്ട ജ്യൂസൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നാരങ്ങ സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഈന്തപ്പഴം ഇതേപോലെ കഴുകി നല്ല തിളച്ച വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 4 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പോരെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ഈ ഈന്തപ്പഴവും നാരങ്ങയും കൂടെ അച്ചാറിട്ടാലുണ്ടല്ലോ ഒത്തിരി ദിവസം കേടാകാതിരിക്കും. ഇരിക്കുന്നതിനനുസരിച്ച് ഇത് സോഫ്റ്റ് ആവുകയും ചെയ്യും. നന്നായിട്ട് നല്ല ടേസ്റ്റായിട്ട് മാറുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ഇട്ട് കൊടുക്കുന്നതൊരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണേ. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. മഞ്ഞൾപ്പൊടി ഞാൻ ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ കേട്ടോ. മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു കളറും ഒക്കെ വരുന്നത് കേട്ടോ.
അപ്പം ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വെച്ചേക്കുവാണേ. ഒരു 10 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ച് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. അതിനകത്തോട്ടേ ഈന്തപ്പഴം ഇട്ട് കഴുകിയെടുക്കാമെങ്കിൽ നന്നായിട്ട് അതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ലവണ്ണം സോഫ്റ്റ് ആവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈന്തപ്പഴം കഴുകിയെടുത്തത്. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അച്ചാർ തയ്യാറാക്കാനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ലെണ്ണ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുവാണ്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കും. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അല്ലെങ്കിൽ വെള്ളമയം ഉള്ളതുകൊണ്ട് വെള്ളമയം ഉണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ കേടായി പോകും കേട്ടോ. അപ്പോൾ വെള്ളമയം ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് കറിവേപ്പിലയൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് വരണം കേട്ടോ. എൻ്റെ ഫുഡ് ബുക്ക് കേരള ചാപ്റ്റർ എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഈന്തപ്പഴവും നാരങ്ങയുടെ ഒക്കെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2-3 ഒക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ടേബിൾ സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് എണ്ണയ്ക്കകത്ത് കിടന്ന് കാശ്മീരി മുളക് പൊടി ഒന്ന് നന്നായിട്ടൊന്ന് കളറൊക്കെ ആയി വരട്ടെ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുക്കാം. കുറവുണ്ട്. അപ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. നാരങ്ങ എടുത്ത പാത്രത്തിലേക്ക് വലിയൊരു സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിച്ച് അതൊന്ന് ചേർത്ത് കൊടുക്കുവാണേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതുണ്ട്, നമ്മുടെ അച്ചാർ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇച്ചിരി നേരം ഇത് ഈ അടുപ്പത്തൊന്ന് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഈന്തപ്പഴവും നാരങ്ങയും വെച്ച് അടിപൊളി ഒരു അച്ചാറുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മധുരവും കയ്പ്പും എരിവും പുളിയും എല്ലാം കൂടെ സമ്മിശ്രമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും. താങ്ക് യു.